നമസ്കാരം. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നവരെ കുറിച്ച് പാടിയത് പൂന്താനമാണ്. നൂറുകണക്കിന് വർഷങ്ങൾക്കിപ്പുറവും അത്തരം വിദ്വാൻമാരുടെ വംശം അറ്റുപോയിട്ടില്ലെന്ന് തെളിയിക്കുകയാണ് തലസ്ഥാന നഗരത്തിലെ ഒരു പൊതുവിദ്യാലയം. മുഖത്ത് മൂക്കുള്ളവരാരും ഈ വഴി കടന്നുപോകുവാൻ ഒന്നറയ്ക്കും. സ്പോട്ട് റിപ്പോർട്ട്. സർക്കാർ സ്കൂളുകൾ ദയാവധം കാത്തുകഴിയുകയാണ് എന്നാണ് പൊതുവെയുള്ള പറച്ചിൽ. തലസ്ഥാന നഗരത്തിലെ ഒരു സർക്കാർ വക പള്ളിക്കൂടത്തിന്റെ കോമ്പൗണ്ടിലെ ദൃശ്യങ്ങളാണിത്. അതിവേഗം ബഹുദൂരം വികസിക്കുന്ന സാക്ഷരതയുടെ വീമ്പ് പറയുന്ന സംസ്ഥാനത്തിലെ സർക്കാർ വിദ്യാലയത്തിന്റെ അവസ്ഥ. ചിന്തിക്കാൻ പ്രാപ്തരാക്കേണ്ടവർ വൃത്തിഹീനതയെ പ്രോത്സാഹിപ്പിക്കുന്ന അതിമനോഹരമായ കാഴ്ച. മലിനജലം കെട്ടി പുഴുവും കൊതുവും മദ്യക്കുപ്പികളും നിറഞ്ഞ സ്കൂൾ കോമ്പൗണ്ട്. സഖി സ്പോട്ട് റിപ്പോർട്ട് ടീം ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് കണ്ട സ്കൂൾ അധികാരികൾ ഉടൻ തന്നെ ഈ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാമെന്ന് ഉറപ്പു തന്നു. കൂടെ ഇത് ടെലികാസ്റ്റ് ചെയ്യരുത് എന്നൊരപേക്ഷയും. ഒരു JCB വിളിച്ച് ആർക്കോ വേണ്ടി ഓക്കാനിച്ച് കുറെ മണ്ണ് അവിടെയും ഇവിടെയും വാരിയിട്ടു. അതേ സ്കൂളിൽ വൈകിട്ട് ചെന്നപ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. എന്തു മാറ്റമുണ്ടായി എന്ന് ഒറ്റനോട്ടത്തിൽ ബോധ്യമാകും. ഒരു ദൃശ്യമാധ്യമത്തിന്റെ ക്യാമറ കണ്ണ് പതിഞ്ഞതിന്റെയോ മാധ്യമ ഇടപെടൽ ഉണ്ടായതിന്റെയോ പേരിൽ പരിസര ശുചീകരണം നടത്തിക്കോളാമെന്ന വിദ്യാലയത്തിന്റെ നിലപാടിനോട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്തതുകൊണ്ട് ദൃശ്യങ്ങൾ സ്പോട്ട് റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? സർക്കാരിനെയോ, അധ്യാപകരെയോ, അതോ വിദ്യാർത്ഥികളെയോ? ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥന, തലയും കുത്തിമറിച്ചിൽ തുടങ്ങിയ ആചാരങ്ങൾ ഒരുപാടുണ്ട് സ്കൂളിൽ. ശുചിത്വത്തിന്റെ പേരിൽ പ്രസംഗ മത്സരവും ഉപന്യാസ മത്സരവും ആവശ്യത്തിനുണ്ടിവിടെ. മികച്ച സമൂഹത്തെ വാർത്തെടുക്കേണ്ടവർ കുഞ്ഞുങ്ങൾക്ക് തെറ്റായ മാതൃകയാണ് കാട്ടിക്കൊടുക്കുന്നത്. ഞണ്ട് പുറകോട്ട് നടന്നിട്ട് കുഞ്ഞുങ്ങളോട് മുന്നോട്ട് നടക്കാൻ പറയുന്ന ദുരവസ്ഥ. സർക്കാർ സ്കൂളുകളുടെ കാലം കഴിഞ്ഞുവെന്ന് പരിതപിക്കുന്നവരോട് ഇങ്ങനെ വൃത്തിശൂന്യമായ ഒരു സ്കൂൾ അന്തരീക്ഷത്തിൽ പഠിപ്പിക്കണോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ? സ്വച്ഛ ഭാരത് സുന്ദര ഭാരത് എന്ന ആദർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ ഈ സ്കൂൾ അധികാരികൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ആരുടെ കണ്ണിലാണ് പൊടിയിടുന്നത്? ആരെയാണ് വെല്ലുവിളിക്കുന്നത്? സംസ്കാരത്തിന്റെ വിളനിലമാകേണ്ട പള്ളിക്കൂടങ്ങളെ രോഗാലയമാക്കുകയാണിവർ. നന്നാവാത്തൊരു വ്യവസ്ഥിതിയെ നന്നാക്കാനുള്ള ശ്രമമല്ല, സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നവർക്ക് നേരെ ഒരു കണ്ണാടി പിടിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ. പഞ്ചായത്ത് അടക്കമുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ നോക്കുകുത്തിയാകുന്നിടത്ത് പൊതുജനങ്ങളെങ്കിലും രംഗത്തിറങ്ങിയേ മതിയാകൂ. സ്വകാര്യ സ്കൂളുകളുടെ വളർച്ചയാണ് സർക്കാർ സ്കൂളുകളെ തകർത്തത് എന്ന് പരാതി പറയുന്നവർ പറയുക. സ്വന്തം മക്കൾ പഠിക്കുന്ന സ്കൂളിന്റെ അന്തരീക്ഷം പരിശോധിക്കാത്തവരുണ്ടോ? പരിസര ശുചിത്വത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കേണ്ട ഈ തിരുമുറ്റത്ത് നിന്ന് ഈ കുഞ്ഞുങ്ങൾ എന്ത് പാഠമാണ് പഠിക്കേണ്ടതെന്ന് ഇവിടുത്തെ ഗുരുനാഥന്മാർ ആലോചിക്കണം. തലയെണ്ണാനെത്തുന്ന ഉദ്യോഗസ്ഥർക്കും ഈ ദുരവസ്ഥയിൽ പങ്കില്ലെന്ന് പറഞ്ഞ് ഒഴിയാനാകില്ല. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്കൂളിലെ പ്രിൻസിപ്പലിനെ ജനായത്ത രാജാവ് എത്തുമ്പോൾ ഗേറ്റ് തുറക്കാത്തതിന് രായ്ക്ക് രാമാനം സ്ഥലം മാറ്റി പ്രതികാരം ചെയ്യുന്നവർ മൂക്കിൻ തുമ്പത്തെ ഈ നാറ്റമകറ്റാനുള്ള ആർജവുമെങ്കിലും കാണിക്കണം. അക്ഷരങ്ങൾക്കപ്പുറം നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വേദികളായ വിദ്യാലയങ്ങളെ ഞെളിയൻ പറമ്പും വിളപ്പിൽശാലയുമാക്കുന്നവർ ഇനിയെങ്കിലും കണ്ണു തുറന്ന് ഈ കാഴ്ച കാണണം. ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി പള്ളിക്കൂടങ്ങളിലെത്തുന്ന പാവങ്ങളുടെ കാലം കഴിഞ്ഞെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞേ തീരൂ. സർക്കാർ സ്കൂളുകളെക്കുറിച്ച് ജനങ്ങളിൽ അവശേഷിക്കുന്ന അല്പമാത്രമായ വിശ്വാസം കൂടി നിങ്ങൾ തല്ലിക്കെടുത്തരുത്. സീറ്റ് അനുവദിച്ച് നേട്ടമുണ്ടാക്കാൻ മാത്രമാണ് വകുപ്പെന്ന ധാരണയിൽ നിന്ന് ഭരിക്കുന്നവർ പുറത്തു വരണം. ഇല്ലെങ്കിൽ കാലം നിങ്ങളെ കുറ്റവാളി എന്ന് വിധിക്കും. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻമാരായ അജിത് GS-നും അനന്തുവിനുമൊപ്പം സഖി പ്രിൻസെ.